സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഒക്ടോബർ 1-ാം തീയതി ജപമാല മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. മാത്രമല്ല ഇന്ന് അറ്റ്ലാന്റയിൽ നിന്നും സാലി പൈസ നമ്മൾ ഓർപ്പിച്ചതുപോലെ വിശുദ്ധ കൊച്ചുതീർച്ച പുണ്യവതിയുടെ തിരുനാളാണ്. സെയിൻറ്റ് തെരേസ് ഓഫ് ചൈൽഡ് ജീസസ് നമ്മുടെ കൂട്ടായ്മയുടെ മധ്യസ്ഥ കൂടെയാണ്. നമുക്കറിയാം സുവിശേഷ പ്രഘോഷണത്തിൻ്റെ മധ്യസ്ഥ. വിശുദ്ധ കൊച്ചുതീർച്ച പുണ്യവതിയുടെ തിരുനാൾ നമ്മൾ ഓർക്കുമ്പോൾ മറ്റുള്ളവർ യേശുവിനെ അറിയാനായിട്ടുള്ള തീവ്രമായ ഒരാഗ്രഹമായിരുന്നു കൊച്ചുതീർച്ച പുണ്യവതിയെ ഒരു വിശുദ്ധിയാക്കി മാറ്റിയത്. മഠത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് പുറമേ ഉള്ള ലോകത്തിലുള്ള ഓരോരുത്തരും യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വരാൻ വേണ്ടി അവർക്ക് വേണ്ടി തൻ്റെ സഹനങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ട് തീവ്രമായ ഉപവാസവും പ്രാർത്ഥനയുമായി സുവിശേഷം പ്രവർത്തനം നടത്തിയ മതിലുകളുടെ ആ മഠത്തിൻ്റെ മതിലുകളുടെ അല്ലെങ്കിൽ കെട്ടുകളുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ പുറത്തേക്ക് വന്ന് വചനമൊന്നും പ്രസംഗിക്കാൻ പോയിട്ടില്ല. ഇപ്പം മധ്യസ്ഥ പ്രാർത്ഥനയുടെ സുവിശേഷ പ്രഘോഷണം അനേകർ നമ്മൾ തിമോത്തിയോട് പൗലോസ് പറഞ്ഞതുപോലെ എല്ലാവർക്കും നമ്മളെ നേതൃത്വം വഹിക്കുന്നവർക്കും ഭരണാധിപന്മാർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഇന്ന് ആരൊക്കെ എവിടെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. അവരൊക്കെയും പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി തീവ്രമായിട്ട് വിശ്വസിച്ചുകൊണ്ട്, കാരണം യേശു സകലർക്കും വേണ്ടി കുരിശിൽ ബലിയ, അതാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ ആരുടെയും പ്രാർത്ഥന കൊണ്ടല്ല, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തിയെ യേശുവിന് മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. യേശു സകലർക്കും വേണ്ടി കാൽവരിയിൽ പിതാവിനോട് തൻ്റെ ജീവിതം ബലിയായി അർപ്പിച്ചുകൊണ്ട് നിനക്ക് ചിന്തിച്ചോളൂ, ഒരു മനുഷ്യനും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരെയും നേടാനായിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. യഹൂദരെന്നല്ല, ക്രിസ്ത്യാനികളെന്നല്ല. പൗലോസ് അപ്പസ്തോലൻ വിജാതിയരുടെ അപ്പസ്തോലൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങ് വിജാതിയരുടെ അടുക്കിലേക്കൊക്കെ അയക്കപ്പെട്ടത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഉള്ള ആ ആത്മാവ്, ദൈവത്തിന്റെ ചൈതന്യം, അത് തിരിച്ച് നിത്യത്തിൽ എത്തേണ്ടതാണ്. അതാണ് ദൈവത്തിന്റെ ഒരേ ഒരു കാഴ്ചപ്പാട്. ഈ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം ചെയ്താലും ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നതും ചെയ്യരുതെന്നാണ് പറയുന്നത്. ദൈവവചനം പാലിച്ചുകൊണ്ട് ആണ്, ദൈവവചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ മാനദണ്ഡം അതാണ്. നമ്മളത് അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ മാനദണ്ഡം ദൈവവചനം പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാം. പരിശുദ്ധ അമ്മ പൂർണ്ണമായും ദൈവവചനത്തിന്റെ ദാസിയായിരുന്നു. യേശു ദൈവവചനം മാംസം ധരിച്ചതാണ്. ഈ ഭൂമിയിൽ നമ്മൾ വിശുദ്ധരായി ജീവിക്കുവാനായിട്ട് ദൈവത്തിന്റെ വചനം, സംഗീതം 119:9 നമ്മൾ ധ്യാനിക്കുന്നൊരു വചനമുണ്ടല്ലോ, യുവാവ് എങ്ങനെ തൻ്റെ മാർഗങ്ങൾ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും. യുവാവോ യുവതിയോ ചെറുപ്പക്കാരെ കുറിച്ച് പറയുകയാണ്. അവിടെയാണ് കർത്താവിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ടാണ്, കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ടാണ് വിശുദ്ധിയിൽ ജീവിക്കുക. കർത്താവിൻ്റെ വചനം പാലിക്കുമ്പോഴാണ് വിശുദ്ധി. കർത്താവിൻ്റെ വചനം ലംഘിക്കുന്നതാണ് പാപം. നമ്മൾ ആ ഒരു അറിവിലേക്ക് വന്നുകൊണ്ട് ദൈവവചനത്തിൽ ഉറച്ച് തീരുമാനമെടുത്തുകൊണ്ട് ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള, അപ്പം അവിടെ 10 കൽപ്പനകൾ മുഴുവൻ സ്നേഹത്തിൻ്റെയാണ്. സ്നേഹത്തിൻ്റെ വചനമാണ് ദൈവവചനം മുഴുവനും. ദൈവസ്നേഹവും പരസ്നേഹവും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ധനവാനും ലാസറും ഒക്കെ ഇതെല്ലാം ആ ഭാഗം വരുന്നതാണ്. പരസ്നേഹം, മറ്റുള്ളവരെ പ്രതി ഇല്ലാതായി തീരാനൊക്കെയുള്ള ആ ഒരു സമർപ്പണം. ഇന്ന് ആഗോള സഭയിലെ ഈ കൊച്ചുതീർച്ച പുണ്യവതിയുടെ ഈ തിരുനാൾ ദിവസം നമുക്ക് ഒന്നാമത്തെ വായന നെഹമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. നമുക്കറിയാം, നെഹമ്യ ഈ ബാബിലോൺ പ്രവാസകാലത്ത് നെബൂഖദ്നേസർ രാജാവ് ജെറുസലേം ദേവാലയം നശിപ്പിച്ച് തകർത്ത് അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധ വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് ബാബിലോണിലേക്ക് പോയി. എന്നാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പേർഷ്യ രാജാവായ സൈറസ് ബാബിലോൺ രാജാവിനെ പരാജയപ്പെടുത്തിയിട്ട് ബാബിലോണും ഈ സൈറസിന്റെ കീഴിലായി. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ ഈ ബാബിലോണിൽ ഉണ്ടായിരുന്ന യഹൂദർ അടിമകളായി കൊണ്ടുവന്നവർ അവിടെ വലിയൊരു ജനമായി മാറി.
അപ്പോൾ അവരുടെ യഥാർത്ഥമായ അവർ പ്രവാസികളാണ്. അവർ യഥാർത്ഥത്തിൽ യഹൂദരാണ്, ഇസ്രായേലിൽ വസിക്കേണ്ടവരാണ്. അവിടെ അവരുടെ ദേവാലയമൊക്കെ ഈ നെബൂഖദ്നേസർ രാജാവ് തകർത്ത് കളഞ്ഞു എന്ന് ചരിത്രം അറിഞ്ഞ ഈ സൈറസ് രാജാവ് അവരുടെ ദേവാലയം പുനഃപ്രതിഷ്ഠിക്കാൻ വീണ്ടും പണിയാനായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നേതൃത്വം കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന കാണുന്നുണ്ട്. അവിടെയാണ് നെഹമ്യ എസ്ര ഈ യഹൂദരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അന്ന് സൈറസിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഒരു നിയമജ്ഞനായിരുന്നു. യഹൂദരുടെ കാര്യങ്ങൾക്ക്, തൻ്റെ രാജ്യത്തുള്ള യഹൂദരുടെ കാര്യങ്ങൾക്ക് വേണ്ടി യഹൂദനായ എസ്രായെ നിയമിച്ചിരുന്നു. അദ്ദേഹം നമുക്കറിയാം രാജാവിനോട് അനുവാദം മേടിച്ചു കൊണ്ടുവന്ന് ജെറുസലേമിൽ വന്നു പണി തുടങ്ങേണ്ട 23 വർഷം എടുത്തവർക്ക് ജെറുസലേം ദേവാലയം ഒന്ന് പുതുക്കി പണിയാൻ. കാരണം ഈ സൈറസിന്റെ കാലം കഴിഞ്ഞ് അർത്താക്സസ് എന്ന അദ്ദേഹത്തിന്റെ മകനായ രാജാവ് വന്നപ്പോൾ ആ സമയത്താണ് ഈ ജെറുസലേമിന്റെ രണ്ടാമത്തുള്ള പ്രതിഷ്ഠയൊക്കെ പൂർത്തിയാക്കി. അങ്ങനെ അപ്പോൾ ഈ ദേവാലയത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ദേവാലയത്തിന് പ്രതിഷ്ഠ കഴിഞ്ഞു, പക്ഷെ ദേവാലയത്തിന് ചുറ്റുമുള്ള മതിൽ തകർന്നു കിടക്കുകയാണ്. ആരും വന്ന് എപ്പോൾ വേണമെങ്കിലും കയറാം. നമുക്കറിയാം മതിൽ തകർന്നു പോയാൽ സുരക്ഷിതത്വമില്ല. ആ മതിൽ തകർന്നു കിടക്കുമ്പോൾ അന്ന് ഈ നെഹമ്യ രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു. അപ്പോൾ അദ്ദേഹം രാജാവിനോട് ചോദിക്കുകയാണ്. ഒരു ദിവസം രാജാവിന് വീഞ്ഞ് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വളരെ ദുഃഖിതനായി കണ്ടുകൊണ്ട് രാജാവ് രാജ്ഞിയോടിരിക്കുമ്പോൾ ചോദിച്ചു, എന്താ നിന്റെ മുഖം മ്ലാനമായിരിക്കും? ഇപ്പോൾ പറയാണ്, എൻ്റെ പിതാക്കന്മാർ ഉറങ്ങുന്ന, എൻ്റെ പിതാക്കന്മാരുടെ ആത്മാക്കൾ സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ശരീരങ്ങൾ കുടികൊള്ളുന്ന എൻ്റെ പിതൃനഗരമൊക്കെ തകർന്നു കിടക്കുകയാണ്. അവരുടെ കല്ലറകൾ പോലും തകർക്കപ്പെട്ടു. എനിക്ക് എങ്ങനെ മനസ്സിന് സമാധാനം കിട്ടും? അതുകൊണ്ട് രാജാവ് എന്നോട് എനിക്കൊരു ഉപകാരം ചെയ്താൽ നന്നായിരുന്നു. ഞാൻ കുറച്ച് നാളത്തേക്ക് അവധിയെടുത്ത് ചെന്ന് ഞാൻ ആ മതിലൊക്കെ ഒന്ന് പുനരുദ്ധരിക്കാനായിട്ട്. അതായത് എസ്രായുടെ കാലത്ത് ദേവാലയം പുനരുദ്ധരിക്കപ്പെട്ടു, എന്നാലും മതിലിൻ്റെ പണി പൂർത്തിയായില്ല. അത് പൂർത്തിയാക്കാനായിട്ട് എന്നെ അനുവദിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് അവിടെയുള്ള ചില കത്തുകളൊക്കെ കൊടുത്തു വിടുന്നു. ആ മതിൽ പണിയാനുള്ള തടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അവിടെ ഒരു വീട് വേണമല്ലോ താമസിക്കാനൊക്കെ, അതെല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഒരു കത്തുമായിട്ട് അവിടെ ദേശാധിപതിക്കുള്ള കത്തുമായിട്ട് ഈ രാജാവിൻ്റെ അടുത്തു നിന്ന് നെഹമ്യ ഇസ്രായേലിലേക്ക് പോകും. അപ്പോൾ അവിടെ ആ ഒരു സംഭവമാണ് രാജാവിനോട് പറയുന്നതും രാജാവ് അനുവാദം കൊടുക്കുന്നതും. രാജാവ് കരുണ തോന്നി ഈ നെഹമ്യായെ മതിൽ പണിയാൻ വേണ്ടി, ജെറുസലേം ദേവാലയത്തിന്റെ മതിൽ പണിയാൻ വേണ്ടി പോകുന്ന സംഭവമാണ്. നമുക്കെന്താണ് ഈ മതിലുമായിട്ടുള്ള ബന്ധം? മതിലെന്ന് പറയുമ്പോൾ ദൈവവചനമാണ്. നമുക്ക് അന്ന് ജെറുസലേം ദേവാലയത്തിന് ചുറ്റും കോട്ട കെട്ടി ദേവാലയം സംരക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മളാണ് ദൈവാലയങ്ങൾ. നമ്മൾ ഓരോരുത്തരും, ഓരോ വിശ്വാസിയും ദൈവാലയങ്ങളാണ്. ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, ദൈവം ആത്മാവായി വസിക്കുന്ന കുടികൊള്ളുന്ന ആലയങ്ങളാണ് ഓരോ വിശ്വാസിയും. തിരുസഭ ഇന്ന് പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന വിശ്വാസികളുടെ വലിയൊരു സമൂഹത്തെയാണ് തിരുസഭ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ യേശുവിന്റെ ശരീരമാണ് സഭ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയാണ്. മിസ്റ്റിക്കൽ ചർച്ച് ഈസ് ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമാണ് സഭ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ഓരോ വിശ്വാസിയും അവരുടെ ഉള്ളിൽ 2000 വർഷം മുമ്പ് ഭൂമിയിൽ യേശു ഒരു ശരീരത്തിലാണ് ജീവിച്ചിരുന്നത്. യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ശരീരത്തിൽ അവിടെ ചേർന്ന ആത്മാവിൽ ഉണ്ടായിരുന്ന ആ ഒരവസ്ഥ, പരിശുദ്ധാത്മാവ് യേശുവിനെ നയിച്ചിരുന്നു എന്ന് നമ്മളൊക്കെ ചിന്തിച്ചു വീണ്ടും വീണ്ടും. അപ്പോൾ യേശുവിൻ്റെ ആത്മാവിനെ തന്നെയാണ് റോമർ 8 പറയുന്നുണ്ട്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന, പാപം ചെയ്യുന്ന, അല്ലെ ആകുലതയോ ഉത്കണ്ഠയുള്ള എന്തെല്ലാം തെറ്റായ ബോധ്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ. കുറ്റബോധം, ആന്തരിക മുറിവുകൾ, എന്താണ് ശരി എന്താണ് തെറ്റെന്നറിയാതെ നമ്മളിന്ന് ആകപ്പാടെ കൺഫ്യൂഷനായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ദൈവിക ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്നു കഴിയുമ്പോഴാണ് എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് നമുക്ക് ജ്ഞാനത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ക്രമീകരിക്കപ്പെടുക. എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മ വസിക്കുമ്പോഴാണ് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും നിയന്ത്രിക്കപ്പെടുക. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ശരി എന്താണ് തെറ്റെന്ന് അറിയാതെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റായിരിക്കും, അത് ശരിയാണെന്ന് കരുതി ചില കാര്യങ്ങൾ അല്ലെങ്കിൽ
തെറ്റാണെന്ന് കരുതി ശരിയായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാതിരിക്കുന്ന, അല്ലെ, ഉപേക്ഷയുടെ ഭാവം എന്ന് പറഞ്ഞാണ്, അല്ലേ, സിൻ ഓഫ് ഒമിഷൻ. അങ്ങനെയുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്ന സിൻ ഓഫ് ഒമിഷനാണ്, അതും പാവമാണ്. എന്ന് പറയുമ്പോൾ ദൈവവചനത്തിന്റെ പൂർണ്ണതയാണ്, അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുക. നമ്മുടെ ആത്മാവിൽ ദൈവം വസിച്ചുകൊണ്ട്. അപ്പോൾ തിരുസഭ ഇന്ന് നമ്മുടെ ശരീരം, മൊത്തത്തിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ശരീരം ഒന്നിച്ചുകൂടി ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട്, യേശുവിൻ്റെ ആത്മാവ് ഉള്ളിലുള്ള നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ വിശുദ്ധ കുർബാന, അല്ലേ, ഒരു ഞായറാഴ്ച ദിവസം ലോകമെമ്പാടുമുള്ള കത്തോലിക്കരെല്ലാം ഒരേ കുർബാന, ഒരേ വചനം, ഒരേ കുർബാന, ആ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ ഒരപ്പത്തിലൂടെ അനേക മനുഷ്യരുടെ അപ്പത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ യേശുവിന്റെ ശരീരമായി തീരുകയാണ്. ഇതിനാണ് ഞായറാഴ്ച ദിവസമെങ്കിലും നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറയുന്നത്. യേശുവിന്റെ ശരീരമായി നമ്മൾ മാറുന്നത് ദിവ്യകാരുണ്യത്തിൽ വിശുദ്ധ ബലി അർപ്പണത്തിലൂടെയാണ്. വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ അവൻ നമ്മിലേക്ക് വരുമ്പോൾ ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരുടെ ഉള്ളിലേക്ക് അവൻ വന്നു കഴിയുമ്പോൾ അവരുടെ ശരീരവും മനസ്സും ആത്മാവും യേശു ഏറ്റെടുക്കുകയാണ്, സഭയെ ഏറ്റെടുക്കുകയാണ്. അതാണ് ദൈവരാജ്യം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. എല്ലാവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് സഭയ്ക്ക് ഒരുപോലെ പരസ്പരം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും, ഇല്ലെങ്കിൽ പരസ്പരം ഭിന്നതയും അസ്വസ്ഥതയും തെറ്റായിട്ടുള്ള വാദഗതികളും ഒക്കെ ആയിട്ട് സഭയിൽ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിന്ന് ഈ കൊച്ചീർശ പുണ്യവതി സഭയെ വിശുദ്ധിയിലും ഒന്നിച്ച് സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥനയുടെ ഒരു ജീവൻ വിശുദ്ധ കൊച്ചീർശ പുണ്യവതി ഈ കൂട്ടായ്മയുടെ മധ്യസ്ഥാണ്. അപ്പം നമ്മൾ ഇന്ന് ഓർക്കുന്ന ഇതാണ്, ഈ ദേവാലയത്തിൻ്റെ മതിൽ പൊളിഞ്ഞു കിടന്നത്. അവിടെ മതിൽ പൊളിഞ്ഞ് സുരക്ഷിതയില്ലാതെ, ദൈവവചനം പാലിക്കാതെ തിന്മ എപ്പോഴും കയറി വന്നുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അപ്പം അതുകൊണ്ട് ദാവീദ് അനുതാപത്തോടെ തൻ്റെ ജീവിതത്തിലെ വചനം തെറ്റിച്ച് പാപം ചെയ്തിട്ട് കരഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദാവീദിന്റെ സങ്കീർത്തനം 51 ഒടുവിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ മതിലിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സങ്കീർത്തനം 51:16 പറയുന്നുണ്ട്, ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ദേവാലയത്തിൽ ബലിയർപ്പണം നടക്കുന്നുണ്ട്, പക്ഷേ ആ ബലിയർപ്പണത്തിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിനു സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച് സിയോനോ നന്മ ചെയ്യണമേ. അവിടെയാണ് സങ്കീർത്തനം 51:18 ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കി പണിയണമേ എന്ന് പറയുമ്പോൾ, നമ്മുടെ ഈ ശരീരമാകുന്ന ഈ ആലയത്തില് ദൈവം വസിക്കാനായി ചുറ്റുമുള്ള കോട്ട ദൈവവചനം പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. നമ്മൾ ദൈവവചനം ദൈവകൽപ്പനകളും പാലിക്കുമ്പോൾ നമ്മുടെ ഈ ആലയം, നമ്മുടെ ഈ ശരീരത്തിന് ചുറ്റും ഒരു കോട്ട, ഒരു സംരക്ഷണമുണ്ട്. ദൈവവചനം പാലിക്കുന്നിടത്തേക്ക് തിന്മയ്ക്ക് വരാൻ പറ്റില്ല. സാത്താൻ യേശുവിനെ പരീക്ഷിക്കുമ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ മേഖലയിലുള്ള പല കാര്യങ്ങളും സാത്താന് കർത്താവിനെ ഉപദേശിക്കുകയാണ്. നീ എന്തിനാ ഇങ്ങനെ വിശന്നിരിക്കും? നീ ഉപവാസം 40 ദിവസമായിട്ട് രാവും പകലും 40 ദിവസം ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതെ മരുഭൂമിയിലായിരിക്കുമ്പോൾ സാത്താൻ ഒന്ന് ചോദിക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെ വിശന്നിരിക്കുന്നത്? നിനക്ക് വേണമെങ്കിൽ ഉപവാസം കഴിഞ്ഞാൽ നീ യേശുവിന് താഴെ വീട്ടിലേക്ക് പോയി അമ്മയുടെ അടുത്ത് ചെന്ന് ഭക്ഷണം ഉണ്ടാക്കി അമ്മയോട് പറഞ്ഞിട്ട് വേണം കഴിക്കാൻ. പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ, ഒരു ചോദ്യം, നീ ദൈവപുത്രനാണെന്ന് യേശുവിന് അറിയാം, സംശയം കൊടുക്കുക. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമായി തീരാൻ പറയുക, അത് അപ്പമായി തീരും. നീ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. പലപ്പോഴും ഞാൻ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചിന്തയിൽ ഈ വചനം ഓർപ്പിച്ചിട്ടുണ്ട്. വൈദികൻ യേശുവിൻ്റെ അതേ വാക്കുകൾ അപ്പം എടുത്തുകൊണ്ട്, അന്ന് പെസഹരാത്രിയിൽ യേശു അപ്പം എടുത്തുകൊണ്ട്, സൃഷ്ടാവും കർത്താവും ദൈവവുമായവൻ, വചനത്തിലെല്ലാം ഉരുവാക്കിയവൻ, വചനം തന്നെ ആയവൻ, അവനിലൂടെ എല്ലാം ഉണ്ടായി, എല്ലാം അവന് മൂലം ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്ന ആ യേശു പെസഹരാത്രിയിൽ അപ്പം എടുത്തുകൊണ്ട് പറയുകയാണ്, ദുഃഖവെള്ളിയാഴ്ച നാളെ കുരിശിൽ എൻ്റെ ശരീരം ഇല്ലാതായി തീരാൻ പോവുകയാണ്, എൻ്റെ ഈ ഭൂമിയിലെ ശരീരം. ഇപ്പം നാളെ മുതൽ ഇതാണ് എൻ്റെ ശരീരം. അപ്പം എടുത്തുകൊണ്ട് പറയും, ഇതാ നിങ്ങൾ വാങ്ങി ഭക്ഷി, ഇത് എൻ്റെ ശരീരമാകുന്നു. പാനപാത്രം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ രക്തമാകുന്നു. വീഞ്ഞെടുത്ത് എൻ്റെ രക്തമാകുന്നു. യേശുവിൻ്റെ ശരീരവും നമുക്കറിയാൻ മനസ്സിലാകണം. ശരീരവും രക്തം നമ്മൾ ഒരു പാത്രത്തിൽ രക്തം ഒരു കഷ്ണം മാംസകഷ്ണം എന്നുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാറുണ്ട്, രക്തമില്ലാത്ത ശരീരത്തിന് ജീവനില്ല. രക്തമില്ലാത്ത ശരീരത്തിന് ജീവനില്ല. രക്തത്തിന് ശരീരത്തിന്റെ പുറത്തും ജീവനില്ല. അപ്പൊ അത് യേശുവിൻ്റെ ശരീരമാണ് അവിടെ.
യേശുവിന് ജീവിക്കുന്ന ശരീരമാണ്. കൂദാശയായി ഉത്ഥാനം ചെയ്ത യേശു ഇന്ന് ഭൂമിയിൽ ജീവിക്കുകയാണ്. കൂദാശയായി, ജീവനുള്ളവനായി, ദൈവികതയും അവന്റെ ദൈവികതയും ജീവനും വ്യക്തിത്വവുമായി യേശു ജീവിക്കുകയാണ് കൂദാശയില്. വചനം, അതെ, ആ വചനം ഇന്നും ഓരോ ബലിവേദിയിലും അപ്പമെടുത്തുകൊണ്ട് പുരോഹിതൻ യേശു അതേ വചനം ഉച്ചരിക്കുമ്പോൾ യേശുവിന്റെ വാക്കാണ്, പുരോഹിതന്റെ വാക്കല്ല. യേശുവിന്റെ വാക്ക് അവിടെ നിറവേറുകയാണ്. അവൻ കൂദാശയായി അവിടെ ആ ബലിവേദിയിലുണ്ട്. അപ്പോൾ അവൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ആത്മാവിൽ വന്ന് വചനം മാംസമായ കൂദാശയായി മാറി നമ്മുടെ ആത്മാവിൽ വന്ന്. അപ്പൊ നമ്മള് വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ വചനം പാലിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനുമായിട്ടാണ്. കുർബാനയുടെ ഇടയിൽ അല്ലെ നമ്മൾ സ്വർഗസ്വനായ പിതാവേ എന്നൊക്കെ വിളിച്ച് പിതാവിനെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ അല്ലെ കൈ കോർത്ത് പിടിച്ച് സ്വർഗസ്വനായ പിതാവേ എന്ന് പ്രാർത്ഥനയിട്ടത് പിന്നെ പറഞ്ഞെന്താ, നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ ഉള്ളിൽ ദൈവത്തോടും മറ്റുള്ളവരോടും നമ്മൾ സമാധാനം, അത് വചനത്തിന്റെ 10 കൽപ്പനയുടെ പൂർത്തീകരണമാണ്. എന്നിട്ടാണ് വിശുദ്ധ കുർബാന. സ്നേഹത്തില് വിശുദ്ധ കുർബാന വിശുദ്ധർക്ക് നൽകപ്പെടുന്നു. സ്നേഹമുള്ളിലുള്ള നമ്മളാണ്, ദൈവവചനം ഉള്ളിലുള്ള നമ്മളാണ് വിശുദ്ധര്. അതെ, നമ്മളിത് അറിയണപ്പെടുന്നവരെ. അപ്പൊ ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അതായത് നമ്മുടെ ജീവിതത്തില് ദൈവവചനം പാലിച്ചുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന ഓരോ ബലിയും ദൈവസന്നിധിയിൽ സ്വീകാര്യമാണ്. വിശുദ്ധമായി നിന്നുകൊണ്ട് അല്ലെ ദൈവവചനം പാലിച്ചുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന ബലിയാണ് ദൈവത്തിന് സ്വീകാര്യമായ. അതുകൊണ്ടാണ് ജെറുസലേമിന്റെ കോട്ടകൾ, നെഹമ്യാ കോട്ട മതില് പണിയാൻ പോയതുപോലെ ഇത് നമ്മളോട് പരിശുദ്ധാത്മാവ് ഇത് പറയാണ്, മക്കളെ നിങ്ങൾ ദൈവവചനം പാലിക്കാം, ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കാം. ശരീരം മുഴുവനും ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടമായാൽ എന്തു പ്രയോജനം? നമ്മുടെ ജീവിതത്തില് വചനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അവിടെയാണ് നമ്മുടെ ബലിയർപ്പണമൊക്കെ പൂർണ്ണമാകുന്നത്. ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹന ബലികളിലും സമ്പൂർണ്ണ ദഹന ബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. പണ്ട് ദാവീദിന്റെ കാലത്ത് അല്ലേ അങ്ങനെയായിരുന്നു. ആടുകളെയും കാളകളെയും കോലാടുകളെയും ഒക്കെ ഉള്ള ബലിയർപ്പണമായിരുന്നെങ്കിൽ ഇന്ന് യേശു ക്രിസ്തു തന്നെ, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട യേശു നമുക്ക് വേണ്ടി അർപ്പിച്ച ബലിയുടെ യോഗ്യത നമുക്ക് ലഭിക്കുന്നത്, നമ്മുടെ ദൈവാലയമായി നമ്മുടെ ജീവിതത്തിലൂടെ ദൈവഹിതം നിറവേറുന്നത്, ദൈവത്തിന് സ്വീകാര്യമായ ബലിയായി നമ്മൾ മാറുന്നത് ദൈവവചനം പാലിക്കുമ്പോഴാണ്. വിശുദ്ധ കൊച്ചർശ്യ പുണ്യവതിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അന്ന് പ്രവാചകനായ നെഹമ്യ അല്ലെങ്കിൽ ആ പ്രവാചകന്മാർ 2 പേരും അല്ലെങ്കിൽ അന്ന് അവരുടെ ജീവിതകാലത്തിൽ എന്തൊക്കെയാണ് ആ ദേവാലയം പുതുക്കി പണിയാനായിട്ട് എസ്രായും നെഹമ്യായും ഒക്കെ ചെയ്തതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ദൈവവചനത്തില് നിലനിൽക്കാൻ, ദൈവവചനം പാലിച്ചുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കാൻ. എൻ്റെ ജീവിതമാണെന്ന് ദൈവാലയം, എൻ്റെ ഉള്ളിലാണ് ദൈവം എന്ന് വസിക്കുന്നത് എന്ന് ഓരോരുത്തരും വിശ്വാസത്തിൽ തിരിച്ചറിയാൻ, കുദാശയിലൂടെ നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ഈശോയുടെ ദൈവികാരുടെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ദൈവവചനം പാലിച്ചുകൊണ്ട് നമ്മൾ കോട്ടകൾ പുതുക്കി പണിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്ന, പരിശുദ്ധാത്മ വസിക്കാൻ. പരിശുദ്ധ പരമാ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.